ഹലോ, എല്ലാവർക്കും ക്രിയേറ്റിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെബ് ഷൂട്ടറാണ്. അതിനായിട്ട് ഇതുപോലത്തെ സ്പ്രിങ്, സൂപ്പർ ഗ്ലൂ, പിന്നെ തീർന്നൊരു സ്കെച്ച്, ഒരു തീപ്പെട്ടിയുടെ ബോക്സ്, ഇത്രയാണ് നമുക്കിതിന് ആവശ്യം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി വെക്കുക. പാടുമൊക്കെ അടിക്കുന്ന വെബ് ഷൂട്ടറാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പം ഉണ്ടാക്കാം. ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് അതേപോലെ മുറിച്ച് അതേപോലെ ചെയ്താൽ മാത്രം മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതെല്ലാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇടാം. പറഞ്ഞു പോറപ്പിക്കേണ്ട, നേരെ വീഡിയോയിലോട്ട്. അങ്ങനെ നമുക്ക് തുടങ്ങാം. ഇതേപോലെ ഒരു സ്കെച്ച് മുറിച്ചെടുക്കുക, ഞാൻ കാണിക്കുന്ന പോലെ. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് എന്തെങ്കിലും വെച്ച് ഒന്ന് ഊരിയെടുക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കാൻ, അധികം പാടുന്നില്ല. അല്ല, ഊരിയെടുത്തതിന് ശേഷം ഇവിടെ ഇതേപോലെ സ്പ്രിങ് ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക. എങ്കിൽ മാത്രമേ സാധാരണ അടിക്കുമ്പോൾ പോകണ്ട. ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. സംഭവം ഇതിലാക്കി വെച്ചിട്ടുണ്ട്. തിരിച്ച് അതേപോലെ ഇറക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക്. എന്നിട്ട് ഇതേപോലെ ഇറുക്കി അങ്ങ് വച്ചു കൊടുക്കണം. ഇതേപോലെ ഇരിക്കണം കേട്ടോ. ഇതിനകത്ത് സ്പ്രിങ് ഇരിക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ പെട്ടിയുടെ ബോക്സിനകത്ത് ഇതുപോലെ ഇറക്കി അങ്ങ് ഒട്ടിച്ചങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ. ഒട്ടിക്കാം, എല്ലാവരും കൂടെ ഒട്ടൊട്ടിക്കണം കേട്ടോ. ഇതുവരെ ഒട്ടിച്ചതിന് ശേഷം ഇതങ്ങ് അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഈ ദൂരം ഉണ്ടാവില്ല, പണി കഴിഞ്ഞ് ഈ ഫ്രെയിമിൻ്റെ ഫുൾ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ രണ്ടെണ്ണം വേണോ, രണ്ടെണ്ണം വേണ്ട, ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തതിന് ശേഷം പകുതി വെച്ച് മുറിച്ചു കണ്ട. ഇതുപോലെ മുറിച്ചിട്ട് നമുക്ക് ഒരു സെലോ ടാപ്പ് എടുത്ത് കവർ ചെയ്യണം. ഇൻസുലേഷൻ ടാപ്പ് ഇതുപോലെ വെച്ച് കവർ ചെയ്യണം, ഇല്ലെങ്കിൽ അത് പൊട്ടി അങ്ങ് വരും. പൊട്ടിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. അതാകുമ്പോൾ നമ്മൾ മടക്കുകയും ചെയ്യാം. നമ്മൾ ഇതുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു സാധനം അടിച്ച് തെറിച്ച് പോകാനുള്ള സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മോൾ ഇതേപോലെ കട്ട് ചെയ്യണം. ഇവിടെ ചെറുതാക്കണം, നെറ്റിൽ കൂടെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് സ്ഥാനത്ത് അവിടെ ഒട്ടിച്ച് എല്ലാം ക്ലിയർ ആക്കി എടുക്കും. അവിടെ ഇതുപോലെ ഇവിടെ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിച്ച് ഞാൻ പറഞ്ഞ സാധനം ഒട്ടിച്ച് അവിടെ കൈ കെട്ടാനുള്ള ലെതറും ഒട്ടിച്ച് അടിയിൽ 2 ഫെവിക്കോളിൻ്റെ ഒരു സാധനം വെച്ച് കൊടുക്കണം. അതിൻ്റെ പെട്ടെന്ന് ഇരിക്കും. പിന്നെ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. സ്പ്രിങ്ങുമായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന സാധനമാണ്. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ഇതൊക്കെ ചെയ്യും. പിന്നെ ഇതേപോലത്തെ ഒരു സാധനവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ അറിയണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക. ഞാൻ ഷോർട്സിലിടാം, അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഷോർട്സിലിടാം. ഇതുപോലെ നൂലൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് സാധനം സെറ്റ് വർക്ക് ചെയ്ത് നോക്കാം, പരീക്ഷിച്ച് വർക്കാണ് ഉണ്ടാക്കിയത്. എല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കണം. സെറ്റപ്പാകും, സെറ്റായിട്ടിരിക്കും. നമ്മളിത് അതിൻ്റെ അവറായിട്ട് ഇതിന് വച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നൂലിൻ്റെ നീളം കുറയ്ക്കുകയാണ്. നല്ല നീളം വേണ്ട, എത്രത്തോളം നീളം വേണോ അത്രത്തോളം നീളം കൂട്ടാം. അത്ര ഇതിന് നീളത്തിന് പോകുന്ന സാധനമാണ്. പരീക്ഷിച്ചോ. ഇവിടെ ആയിട്ട് ഒന്ന് കുത്തി കയറ്റി വെച്ചാൽ ഇത് അപ്പോൾ അതെവിടെ ഇരുന്നു. എൻ്റെ കയ്യിൽ കെട്ടാണ്, എൻ്റെ കൈ കെട്ടാണ്. സംഭവം കെട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ സംഭവം. ചുമ്മാ നമുക്ക് ആ ഹോളിനകത്തോട്ടൊന്ന് കയറ്റി അതിലോട്ടങ്ങ് വച്ചു കൊടുക്കുക. സംഭവം ഇത്രേ ഉള്ളൂ. ഉണ്ട്, ഇതേപോലെ ചെയ്താൽ മതി. നൂലിൻ്റെ കുരുക്കൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ പോകും. ആനന്ദിയില്ലേ, ഇഡിലായിട്ടില്ലേ, നല്ല പെർഫോമൻസ് ഇല്ലേ, നല്ല പെർഫോമൻസ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് ഓടുന്നുണ്ട്, നന്നായിട്ട് തെറിച്ച് പോകുന്നുണ്ട്. കണ്ടോ അത് പെട്ടെന്ന് പറ്റിയില്ല, ഞാൻ അങ്ങോട്ട് പോയിരുന്നു. ഇതാ കാണിച്ചു തരാം. നല്ല പോയിട്ടുണ്ട്. ഇത് അത്ര ഇതില്ലെങ്കിലും പോയിട്ടുണ്ട്. നൂല് കുറഞ്ഞു വന്നാണ്. നല്ല എത്രത്തോളം നൂലിന് നീട്ടം വരണോ അത്രയും ദൂരത്തിൽ പോകുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇതോടെ അവസാനിച്ചിട്ടുണ്ട്.
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ല കിഡിലും കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാം ഇത്.